നല്ല കായത്തിൻ്റെയും ഉലുവയുടെയൊക്കെ മണമുള്ള സാമ്പാർ പൊടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. താമസിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. സാമ്പാർ പൊടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് കട്ടക്കായ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതേപോലത്തെ പാക്കറ്റിലുള്ള NSൻ്റെ കായാണ് മേടിക്കുന്നത്. അതാകുമ്പോൾ നമുക്കൊരു കട്ട എടുത്താൽ മതി. മറ്റേത് കട്ട് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു കട്ടക്കായ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വീർത്ത് വരണം. അപ്പം നമ്മളിങ്ങനെ ഉരുകി വരുമ്പം തവി കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതങ്ങ് അലിഞ്ഞോളുവേ. ഇനി തിരിച്ച് മറിച്ച് വിട്ടിട്ട് ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ തീ തന്നെ ഇട്ട് മൂപ്പിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞും പോകും, ഉള്ളൊന്നും വെന്ത് കിട്ടത്തുമില്ല. അപ്പം നമുക്ക് ഇച്ചിരി ക്ഷമമായ അവിടെ വേണം നിൽക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ജീരകമാണ്, പെരുംജീരകമൊന്നും അല്ല കേട്ടോ. ഇനി ഇത് മൂന്നും കൂടി ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വറുത്ത് കൊടുക്കണേ. തിരിച്ചും മറിച്ചോട്ടൊന്ന് വറുത്ത് കൊടുക്കണം. കായം മാത്രമേ ഉള്ളൂ, ഒന്ന് മൂത്ത് കിട്ടാൻ പാട്. ഉലുവയും ജീരകവും ഒക്കെ പെട്ടെന്ന് അങ്ങ് മൂത്തോളും. അങ്ങനെ നമുക്കിതിലേക്ക് സാമ്പാർ പരിപ്പ് ചേർത്ത് കൊടുക്കാം. അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയേ. ഇനി നമുക്കിതിലേക്ക് മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1-1.5 ടേബിൾ സ്പൂണോളം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇടുമ്പോൾ ഒരു കൈക്കണക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ കൊണ്ട് എടുക്കാതെ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ എടുത്തിട്ടത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് എണ്ണയൊന്നും ഒഴിക്കേണ്ട, ഒരു ഡ്രൈ റോസ്റ്റിൻ്റെ പരുവത്തിൽ വേണം മൂപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് വറ്റൽമുളകാണ്. അപ്പോൾ അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. കാരണം മുളക് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകുന്നൊരു സംഭവമാണ് കേട്ടോ. ചിലരൊക്കെ ഉണ്ടെങ്കിൽ ഉഴുന്നുപരിപ്പും കൂടെ ചേർക്കാറുണ്ട്. അത് വേണമെങ്കിൽ ചേർക്കാം, ഞാൻ പക്ഷേ ചേർക്കാറില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ട് അങ്ങനെ വറുത്തെടുക്കുമ്പം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവുള്ള മുളക് പൊടിയാണ്. അതിപ്പം ഏകദേശം ഒരു 5-6 നമ്മുടെ കയ്യിലുള്ള മുളകിൻ്റെ എരിവ് നോക്കിയിട്ടിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല കളർ കിട്ടണമെങ്കിൽ പിരിയൻ മുളക് 1-2 വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം കളറും ഒക്കെ ഉള്ള ഒരു മുളകാണ്, എരിവും ഉണ്ട് നല്ലോണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കണേ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഏറ്റവും ലാസ്റ്റ് ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം മാത്രം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ സാമ്പാർ പൊടിക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ വറുത്ത് മാറ്റി തണുക്കാനായിട്ട് വെക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറൊക്കെ കഴുകി വെയിലത്ത് വെച്ച് നന്നായിട്ട് ഇങ്ങനെ ഉണക്കി വെച്ചിട്ടുണ്ട്. അതിലിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇതെല്ലാം നമ്മൾ ചേർത്തില്ലെങ്കിൽ പോലും ഉലുവയും കായവും അതുപോലെ മല്ലിയും മുളകും മാത്രം വറുത്തരച്ച് സാമ്പാർ വെച്ചാലുണ്ടല്ലോ ആ ഒരു സാമ്പാറിന് നല്ല ടേസ്റ്റും മണമാണ്. അങ്ങനത്തെ കട്ടക്കായവും നമ്മുടെ ഉലുവയും മല്ലിയും മുളകും ജീരകവും എല്ലാം നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. സാമ്പാറിൻ്റെ കഷ്ണം അരിയുന്നതും അല്ലെങ്കിൽ സാമ്പാർ വെക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതിനി വേറൊരു വീഡിയോ ചെയ്യാമേ. അങ്ങനത്തെ നമ്മുടെ സാമ്പാർ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. താളിച്ചൊഴിക്കുവാണ്. ഇത് ഞാൻ ഉച്ചക്കലത്തെ ചോറിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം നമ്മളിതിലേക്ക് മല്ലിയില ചേർത്തിട്ടില്ല. ഇതിന് ഞാൻ വൈകിട്ട് ഇഡ്ഡലിയോ അല്ലെങ്കിൽ ദോശയോ ഉണ്ടാക്കുമ്പോൾ എടുക്കും. അപ്പം നമ്മളിതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.